എന്താ പറയുക, ഒരു ലവ് മേക്കിംഗ് സീനുണ്ട്. അത് എനിക്ക് തോന്നുന്നു സിനിമാ ചരിത്രത്തിൽ ഞാൻ വെരി ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രയാസമേറിയിട്ടുള്ളൊരു പ്രണയം അനുഭവിക്കുന്ന ഒരാളായിരുന്നു കുന്നുമ്മൽ ശാന്ത. കുന്നുമ്മൽ ശാന്ത അവിടെ ആ ഒരു നാട്ടിൽ ഒരേ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മലയാളികളുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള ആക്ട്രസ് ആണ് സോന നായർ. സോന ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു? അങ്ങനെ പോണു. എവിടെയാണ് കുറെ നാളായി നമ്മൾ ശരിക്കും ഒന്ന് കണ്ടിട്ട്? ശരിക്കും എന്നെ ഒന്ന് കണ്ടോളൂ. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. പുതിയ 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 വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ പുതിയ പ്രോജക്ട്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊന്ന് പിന്നെ ഒരു ഡാൻസിന്റെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് മഹാഭാരതി ദ ലൈഫ് ഓഫ് ദ്രൗപദി എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഡ്രാമ 2 hours നിൽക്കുന്നത്. അപ്പം അതാണ് ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ പ്രോജക്റ്റ്. ഇൻ ദ സെൻസ് ലൈക്ക് മൂവി ആ ഒരു ഇതിലല്ല, ഒരു ഡാൻസ് സെഷനിലേക്ക് അതിനകത്തേക്ക് കിടക്കാണ്. അപ്പൊ അതിന്റെ സന്തോഷങ്ങൾ, അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് അല്ലേ? അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാലിക്കറ്റ് ബേസ് ആയിട്ടാണ്, കാലിക്കറ്റിലുള്ള ടീമുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഡയറക്ടർ വന്നിട്ട് വിനീഷ് ആരാധ്യ എന്ന് പറഞ്ഞിട്ട്, പുള്ളി തിയേറ്റർ ആർട്ടിസ്റ്റൊക്കെയാണ്. അപ്പം അവരാണ് ചെയ്യുന്നത്. ഒരു 10, 20, 22 സോങ് വരും ഈ ഒരു ഡാൻസ് ഡ്രാമയിൽ. പിന്നെ പുരാണിക് സബ്ജക്റ്റാണ്, ഓഫ് കോഴ്സ് അറിയാമല്ലോ, മഹാഭാരതം. അപ്പം അതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ദ്രൗപദിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പൊ ഈ വിനീഷ് ആരാധ്യ തന്നെ അല്ലേ അഭിമന്യുവിന്റെ ആ ഒരു സിനിമേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അതിനകത്ത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടാവും. കാരണം അത് അഭിനയിച്ചതിൽ കേട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു അഭിമന്യുവിന്റെ ആ ഒരു കേസ് നടന്നതിന് ശേഷമാണ് ആ റിയൽ സ്റ്റോറിയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നതിൽ സന്തോഷം. തീർച്ചയായിട്ടും. കാരണം അത് ശരിക്കും എന്താ പറയാ, കേരളത്തിലെ ആകെ കോളിളക്കം സൃഷ്ടിച്ചൊരു ഒരു കേസാണ്. അപ്പം അതിനോടനുബന്ധിച്ച് ഒരു റിയൽ ലൈഫ് സ്റ്റോറി വരുമ്പോൾ അതിനകത്തൊരു ഭാഗമാവുന്നതും, ഇല്ലെങ്കിൽ തന്നെ അഭിമന്യു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചറായിട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ സന്തോഷമുണ്ട്. ഇപ്പോൾ ചേച്ചിനെ കാണുമ്പോൾ എപ്പോഴെങ്കിലും പറയണം എന്ന് വിചാരിച്ചാണ്. ചേച്ചിയുടെ സൗണ്ട് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. അതായത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ മാത്രമല്ല. ഇപ്പോൾ കരയുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഭയങ്കര രസമാണ് കേൾക്കാൻ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഒന്ന് പറയാം. സൗണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കരയുമ്പോഴും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ശരിക്കും റിയലായിട്ട് കരഞ്ഞ് ചെയ്യുന്നൊക്കെ കൊണ്ടാണ് ആ ഒരു ഫീല് വരുന്നത്. നമ്മൾ പൊതുവേ വർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാതി വർക്കും പിന്നെ നമുക്ക് സ്റ്റുഡിയോയ്ക്കകത്താണ്. പ്രത്യേകിച്ച് ഡബ് ഓൺ വോയിസ് കൊടുക്കുന്നവർക്ക് അത് കുറച്ചും കൂടെ സ്ട്രെയിൻ ആണ്. ലൈക്ക് അതേ ഒരു ഫീല് വരണമെങ്കിൽ നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി, ഡബിങ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെയ്ത കുറേ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും ഈ കരഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര സെൻറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഒട്ടനവധി ചെയ്തിട്ടുള്ളത്. അപ്പം വെറുതെ നമുക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പറ്റത്തില്ല. ഒന്ന് കണ്ണ് നനയിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ നനയിപ്പിക്കണം, കാണുന്നവർക്ക് അതൊന്ന് നനയണമെങ്കിൽ അത്രയും ഫീലോടുകൂടി കുറച്ച് ഹസ്കി ആയിട്ടും കുറച്ച് ടൈം എടുത്തും നമ്മൾ റിയലി എങ്ങനെ കരയുമ്പോൾ നമ്മുടെ ഇത്രയും സ്വീറ്റ്നെസ് ഒക്കെ മാറും റിയൽ ആയിട്ട്. അപ്പം ആ ഒരു സാധനത്തിന് നമുക്ക് സ്റ്റുഡിയോയ്ക്കകത്ത് കൊണ്ടുവരണം. പക്ഷേ നമുക്ക് അവിടെ സ്റ്റുഡിയോയ്ക്കകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അത്തരം ഒരു സംഭവങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ വെറുതെ ലിപ്പ് മാത്രം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അവിടെയാണ് സ്ട്രെയിൻ നമുക്ക് കൂടുതലും വരുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ വീഴണം. ആ ക്യാരക്ടറിലേക്ക് നമ്മൾ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയായി. ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? അതായത് നേരത്തെ ചെയ്തു വെച്ച ആ ഒരു അഭിനയവും കാര്യങ്ങളും എനിക്ക് പലപ്പോഴും ഇമോഷൻ അങ്ങനെ അല്ല, ചിലപ്പം അങ്ങനെയല്ല. ചില ക്യാരക്ടേഴ്സ് എനിക്ക് പെർട്ടിക്കുലർ ക്യാരക്ടർ എനിക്ക് ഓർമ്മ വരുന്നില്ല. ബട്ട് എപ്പോഴും ഞാൻ ഒരു സിംഗ് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, സിംഗ് സൗണ്ടിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പം അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു റിയൽ ആയിട്ട് തന്നെ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും.
അതൊരിക്കലും നമുക്ക് ആ സ്റ്റുഡിയോയിൽ വരുമ്പോൾ ചില സീൻസൊക്കെ ഗംഭീരമാക്കാൻ പറ്റും. നമ്മൾ ഷോർട്ടിൽ ചുമ്മാ വെറുതെ ഇപ്പോൾ ചെയ്തു പോയത് തന്നെ ഗംഭീരമാക്കാൻ പറ്റും. ഒരു 50% മടങ്ങ് ഗംഭീരമാക്കാൻ സ്റ്റുഡിയോയിൽ നമുക്ക് സാധിച്ചെന്നിരിക്കും. ചിലത് പറ്റില്ല, ചിലത് നമ്മൾ വിചാരിക്കും ദൈവമേ ഇത് ഡബ് ചെയ്യണ്ടായിരുന്നു. കാരണം എത്ര വിചാരിച്ചാലും മാത്രം ആ ഒരു ഫീല് വരത്തില്ല. കൃത്യമായിട്ട് ഒരു സിങ് സൗണ്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പം ഞാനൊക്കെ വന്ന സമയത്ത് ലൈക്ക് അങ്ങനെ ഒരു എല്ലാം സ്റ്റുഡിയോ ബേസ് ചെയ്ത ഡബ്ബിങ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ഇപ്പോഴാണ് ഉള്ള പടങ്ങളെല്ലാം കൂടുതലും സിങ് സൗണ്ടൊക്കെ വരുന്നത്. സിങ് സൗണ്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരമൊരു ഇതിലെനിക്ക് അത് ഇഷ്ടമാണ്. സിങ് സൗണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം നമുക്ക് എന്താ പറയുക, ഇത് പഠിച്ച് ഡയലോഗ് പഠിച്ച് ഭയങ്കരമായിട്ട് റിയലായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രോംപ്റ്റിംഗ് ഇല്ലാണ്ടെയോ ഇല്ലെങ്കിൽ അത്തരം ഗിമിക്സുകൾ അധികം ഇല്ലാണ്ട് നമുക്ക് കൃത്യമായ നമ്മുടെ വോയിസ്, നമ്മുടെ ഫീല്, അഭിനയിക്കുമുണ്ടാവുന്ന അതേ ഫീല് തന്നെ വോയിസിൽ കിട്ടും. അതെനിക്കിഷ്ടമാണ്. ഇപ്പോൾ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കഥാപാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ടതാണ്. കാമ്പോജിയിലെ ഒരു ക്യാരക്ടർ എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചേച്ചി ഒരു അവാർഡ് വരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് അത്ര ഒരു കോൺഫിഡൻസും ആ ഒരു ഇഷ്ടം ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ലേ? കാമ്പോജിയുടെ ക്യാരക്ടർ നാരായണി എന്നാണ് ക്യാരക്ടറിൻ്റെ നെയിം. വിനോദ് മങ്കരയാണ് എൻ്റെ ഡയറക്ടർ. എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ക്യാമറമാനാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനൊരു അതിനകത്തൊരു നല്ലൊരു കഥാപാത്രമാണ്. അതിനകത്ത് 3 നായികമാരുണ്ട്. അപ്പം അതിലൊരു 3 ലേഡീസും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. 3 പേർക്കും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രമാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ കഥാപാത്രം എനിക്കെന്തോ എൻ്റെ അടുത്ത് വിനോജി കഥ പറയുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ചെയ്യണം എന്നുള്ളത്. കുറച്ച് കഥകളി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഥകളി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു 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 ടൈപ്പ് ഓഫ് ക്യാരക്ടർ. അപ്പം സിനിമ കാണുമ്പോൾ അറിയാം. ഒരുപാട് എനിക്ക് ഈ മൂവി റിലീസ് ചെയ്തപ്പോഴും ഒരുപാട് അപ്ലോസ് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇത് ഒരുപാട് ചെന്നൈയിലൊക്കെ തന്നെ വിനീതേട്ടൻ്റെ പത്മ സുബ്രഹ്മണ്യം മാം അവരെല്ലാവരെയും വിളിച്ചിട്ട് ഒരുപാട് പേർക്ക് ഏറ്റവും എന്താ പറയുക കലയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കലാകാരെ വച്ചിട്ട് അവർ പ്രിവ്യൂ ഒക്കെ ചെയ്യണ്ടായി. അപ്പം ഒരുപാട് പേര് എൻ്റെ ഈ കഥാപാത്രത്തിന് ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ പോയിരുന്നില്ല, നമ്മുടെ സിനിമ ആൾക്കാർ തന്നെയാണ് വിളിച്ച് പറഞ്ഞതൊക്കെ. അപ്പം അതൊരു വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. ഓരോ കഥാപാത്രങ്ങളും നമുക്ക് വളരെ റയറായിട്ട് ആണ് കിട്ടുന്നത്. അപ്പം അത്തരം ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കെപ്പോഴും സ്പെഷ്യലായിരിക്കും. ഞാൻ അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എല്ലാ സിനിമകളും. ഇപ്പോൾ ഏത് സിനിമ വന്നാലും നമ്മൾ അറിയാതെ കൊണ്ടുപോയി നമ്മൾ അഭിനയിപ്പിക്കത്തില്ലല്ലോ. സംഭവങ്ങൾ മൊത്തം A to Z അറിഞ്ഞിട്ടാണ്. അപ്പം അതിനകത്ത് വില്ലിങ് ആണ്. അത് ഏത് ക്യാരക്ടർ ആയാലും അത് ചെയ്യാൻ ഓക്കെയാണ്, എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുള്ള സാധനങ്ങളെ കൈവയ്ക്കാറുള്ളൂ. അപ്പം അത്തരം ഒരു കഥാപാത്രമാണ് കുറെ ഇഷ്ട കഥാപാത്രങ്ങളിൽ ഒന്ന്. അതിനകത്ത് ഈ മരിക്കുന്ന സീനൊക്കെ ശരിക്കും പറഞ്ഞ ചേച്ചി അപ്പോൾ അതൊക്കെ അഭിനയിക്കുമ്പോൾ കുറച്ച് ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ടെൻഷനൊന്നുമല്ല. ആക്ച്വലി അതിനകത്തൊരു എന്താ പറയുക ഒരു ലവ് മേക്കിംഗ് സീനുണ്ട്. അത് എനിക്ക് തോന്നുന്നു സിനിമാ ചരിത്രത്തിൽ ഞാൻ വെരി ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം വിനോജി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഒരു ചെറിയൊരു സങ്കോചം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാ കഥാപാത്രങ്ങളും ഇങ്ങനെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത്തരം ഒരു ലവ് മേക്കിംഗ് സീൻ ഇതുവരെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ക്രൂ മെമ്പേഴ്സും ഒക്കെ ആകുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സീൻ ചെയ്യുമ്പോൾ കുറേ ക്രൂ അവിടെ ഉണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരും കാണുമല്ലോ. അപ്പം നോർമലി എനിക്ക് അതൊരു എന്തോ ഒരു ഇതായിരുന്നു. പിന്നെ വിനീതേട്ടനൊക്കെ ആയിരുന്നു. അപ്പോൾ വിനീതേട്ടനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ആദ്യം എനിക്ക് കുറച്ച് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, എന്താണ് എങ്ങനെയാണ്. കാരണം ഇത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഉപരി ഇത് പിന്നെ എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരുടെ പ്രതികരണം, ഇല്ലെങ്കിൽ ആൾക്കാർ എന്തായിരിക്കും ഉദ്ദേശിക്കുക, വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോൾ എന്തായിരിക്കും പറയുക. വീട്ടിലെന്ന് പറഞ്ഞാൽ ലൈക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഈ കഥാപാത്രങ്ങളൊക്കെ അവർക്കൊക്കെ സിനിമയ്ക്കകത്തുള്ളതായതുകൊണ്ട് നമുക്കൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് എന്താണ് ഉള്ളതെന്നുള്ളത്.
അപ്പം അങ്ങനെ ഒരു സംഭവം എനിക്കത് കാരണം ആദ്യം കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ വൺസ് അതിലേക്ക് ഒന്ന് ആ നാരായണിയായിട്ട് ഞാൻ നിന്നു, സോന നായരായിട്ടല്ല, നാരായണി എന്താണ് കഥാപാത്രം, ആ ഒരു ക്യാരക്ടർ എന്താണ് ആവശ്യപ്പെടുന്നു അത് വിനോജിക്ക് നന്നായിട്ട് കിട്ടി. ഈവൻ എന്താ പറയുക, വിനീതേട്ടനൊക്കെ ഭയങ്കരമായിട്ട് അത് ആ ഒരു ഒറ്റ ഷോട്ടിൽ അത് ചെയ്തത്. അപ്പം ഭയങ്കര കൈയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിനീതേട്ടന് എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. വിനീതേട്ടന് അതിൽ സ്റ്റേറ്റ് അവാർഡ് കൊറിയോഗ്രാഫിക്കാണെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ അതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് നരൻ എന്ന് പറഞ്ഞ ഒരു സിനിമ. നമുക്ക് മലയാളികൾക്കൊക്കെ ഭയങ്കര ആ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഗൂസ് ബംസ് ആണ്. മുള്ളംകൊല്ലി വേലായുധന്റെ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ ഒരു സിനിമയിൽ ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ അല്ലാണ്ട് വേറൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? മുള്ളംകൊല്ലി വേലായുധൻ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞ മാതിരി ഭയങ്കര ആരെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ് ലാലേട്ടൻ. അത് ശരിക്കും മൈസൂരിൽ ഹൊഗേനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം കുത്തൊഴുക്കുള്ള സ്ഥലങ്ങൾ അതാണ്, ഈ കൊട്ടവഞ്ചിയൊക്കെ പോകുന്ന ആ ഒരു സ്ഥലമാണ് ഷൂട്ട് ചെയ്തത്. അന്നൊക്കെ ഭയങ്കര ഒഴുക്കുള്ള സമയത്താണ് ഇത് ഷൂട്ടിംഗ് നടക്കുന്നതൊക്കെ. അപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്ന കൂടുതലും ഭയങ്കര ശക്തമേറിയ ഒഴുക്കും കാര്യങ്ങളും ഒക്കെ റിയലായിട്ട് അന്ന് നമ്മൾ അവിടെ ഡ്യൂപ്പില്ലാതെയൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത്, പൊതുവേ ഇത്തരം ആർട്ടിസ്റ്റുകളൊക്കെ സ്ട്രെയിനിൻ്റെ അങ്ങേറ്റമാണല്ലോ, അതിനപ്പുറം പിന്നെ അവർക്ക് വേർഡില്ല. അപ്പം അത്രയും എല്ലാവരും അതിനകത്ത് അഭിനയിച്ച ഓരോ വ്യക്തികളും ഇല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആവട്ടെ എല്ലാവരും ഒരുപാട് ആ ഒരു എന്താ പറയുക പെർട്ടിക്കുലർ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആർട്ടിലെ ആൾക്കാരാണെങ്കിൽ ഈ വെള്ളത്തിൽ തടി ഉരുട്ടി വിടുന്നതും പിടിക്കുന്നതും ഒക്കെ അത്രയും രസകരമായിട്ടുള്ള ഒരു ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തൊരു മൂവിയാണ്. അതിൻ്റെ ഫലവും ഉണ്ടായിരുന്നു. നരൻ അത്ര വലിയ ഹിറ്റായിരുന്നു. ഇപ്പോൾ അതിനകത്തുള്ളൊരു ക്യാരക്ടർ കുന്നുമ്മൽ ശാന്ത എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അത് ചേച്ചി അഭിനയിച്ചതിൽ വെച്ചിട്ട് അതിനകത്തുള്ളൊരു പ്രണയം എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് ഒരു വേർഷനാണ്, ലവിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ ചേച്ചി അതിനെങ്ങനെ നോക്കുകയാണ്? ഒരു പ്രയാസമേറിയിട്ടുള്ളൊരു പ്രണയം അനുഭവിക്കുന്ന ഒരാളായിരുന്നു കുന്നുമ്മൽ ശാന്ത. ശരിക്കും കുന്നുമ്മൽ ശാന്ത യഥാർത്ഥത്തിൽ കുന്നുമ്മൽ ശാന്ത അവിടെ ആ ഒരു നാട്ടിൽ ഒരേ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ആളാണ് ഈ മുള്ളംകൊല്ലി വേലായുധൻ. ഈ വേലായുധൻ പക്ഷെ ഒരിക്കലും വേലായുധൻ അറിയാൻ പാടില്ല കുന്നുമേൽ ശാന്ത വേലായുധനെ പ്രണയിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് സീക്വൻസ്, അതിൽ ഒരു 3-4 സീക്വൻസ് അത്തരം സീക്വൻസ് ഉണ്ടായിരുന്നു. ബട്ട് അതിൽ എഡിറ്റഡ് ആയി പോയി. അത് അതിനകത്ത് ചേച്ചി ഡബ് ചെയ്തിട്ടില്ല. ഞാൻ അതിനകത്ത് ഡബ് ചെയ്തിട്ടില്ല. അതിനകത്ത് ആനന്ദവല്ലി ചേച്ചിയാണ്. ചേച്ചി ഇപ്പോൾ ഇല്ല നമ്മളോടൊപ്പം. ചേച്ചിയാണ് ചെയ്തത്. അന്ന് എനിക്ക് നെയ്സൽ പ്രോബ്ലം ഒക്കെ ആയിട്ട് ആകെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ചേച്ചി ചെയ്തത്. ചേച്ചിയാണ് ആദ്യം ഡബ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ വെരി ഫസ്റ്റ് അപ്ലോസ് എന്ന് പറയുന്നത് ചേച്ചിയാണ് വിളിച്ച് പറഞ്ഞത്. ബിക്കോസ് ചേച്ചിയാണല്ലോ അത് കാണുന്നത്. അപ്പോൾ കണ്ട് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ സാധ്യമായിരിക്കുന്നു, അത്ര ഗംഭീരമായിട്ട് ചെയ്തു സോന, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് ചേച്ചിയാണ്. അപ്പം അവിടെ നിന്നാണ് ആ ഒരു പെർട്ടിക്കുലർ ഞാൻ എല്ലാ സിനിമകളും ഞാനാ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഒരു വ്യക്തി ചെയ്യുമ്പോഴത്തേക്കും അത് പ്രത്യേകിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ലാലേട്ടനോടൊപ്പം സ്ക്രീൻ സ്പേസ് ധാരാളം ഉണ്ടായിരുന്ന ഒരു സിനിമ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അത് എന്തായിരിക്കും എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പം വെരി ഫസ്റ്റ് ജോഷി സാറൊക്കെ നല്ല എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പറഞ്ഞെങ്കിലും എൻ്റെ ഒരു കഥാപാത്രം ഞാൻ കാണുന്നത് സ്റ്റുഡിയോയിലായിരിക്കണം. അപ്പോൾ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ അത് ചേച്ചി വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി എടുത്ത് ഇങ്ങനെ ആണോ ഇതെങ്ങനെയാണോ അത് മറ്റത് കൊള്ളാവോ ചേച്ചി, ആ ഷോട്ട് കൊള്ളാവോ ഈ ഷോട്ട്, അങ്ങനെയൊക്കെ ചേച്ചി ഇങ്ങനെ കുറേ നേരം പറഞ്ഞു അസാധ്യമായിട്ട് മോളെ സൂപ്പറായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, ചേച്ചിക്ക് ആകുന്ന രീതിയിലൊക്കെ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു. പാവം ഒരു സമയത്ത് അങ്ങനെ ഇപ്പോൾ അതിന് ഇപ്പം ലവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ആ മുള്ളംകൊല്ലി അല്ല ഈ കുന്നുമേൽ ശാന്ത ശരിക്കും പ്രണയിക്കുകയാണ്.
എല്ലാവരും ഈ വേലായുധനും ഒരു പ്രണയമുണ്ട്, പക്ഷേ അതും വേലായുധൻ കാണിക്കുന്നില്ല. പക്ഷേ വേലായുധൻ എപ്പോഴും ഈ ശാന്തയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു പാപം തോന്നിയിട്ട് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ജോലികളിലേക്കൊക്കെ ഈ ശാന്ത ഇറങ്ങുന്നത്. പക്ഷെ ആ ഒരു ശാന്തയുടെ ഒരു ഇന്നസെൻസ് ഒക്കെ വേലായുധന് മനസ്സിലായി. പക്ഷെ വേലായുധൻ ശരിക്കും ഒരു കാവൽക്കാരനായിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് ഫീൽ ചെയ്യാം ശരിക്കും. അതിനകത്ത് ഒരു 3-4 സീൻസ് ആക്ച്വലി ഷൂട്ട് ചെയ്ത സമയത്ത് അത് അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അത് 1-2 എൻ്റെ നിർഭാഗ്യത്തിൽ അത് പോയി. മീശയൊക്കെ എടുക്കുന്ന അത് ആ പ്രണയം കാണിക്കുന്നത് ഒരു നര ഉണ്ടാവും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനെ അങ്ങനെയാണ്. പുള്ളിയുടെ ഒരു നര ഞാനിങ്ങനെ കടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ എന്താ പറയുക, ഭയങ്കര ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു പ്രോസാണ് ശരിക്കും. അപ്പം ആ വ്യക്തിക്ക് അങ്ങനെ മോശമായി എടുത്ത് നര കടിച്ചെടുക്കേണ്ട കാര്യം വരുന്നില്ല, അങ്ങനെ പിഴുതെടുക്കുന്ന. അപ്പം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വേലായുധൻ അങ്ങനെ പ്രണയിക്കുന്ന ഒരിതാണ്, മനസ്സിലായില്ലേ? അപ്പം വേറൊരു എന്താ പറയുക, നമ്മൾ വേറൊരു ലസ്റ്റായിട്ടുള്ള ഒരു ഫീലിൽ കാണുന്നതല്ല, ഒരുപാട് ഇദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന ഉള്ള ഒരു പ്രണയം. അപ്പം ആ ഒരു അങ്ങനത്തെ ഒരു ഷോട്ടിൽ തന്നെ ശരിക്കും ആ ക്യാരക്ടറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നേനെ. പക്ഷെ അതൊന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതില്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേര് കുന്നുമേൽ ശാന്ത എന്നാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഒരുപാട് പേര് ഈ ഒരു നരൻലെസ് ഒരു അഭിനയം മാത്രം മതിയല്ലോ സോനാനാരിയ ജഡ്ജി, അങ്ങനെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളായാലും ഫാൻസ് എന്നൊക്കെ പറയുന്ന കുറേ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികളൊക്കെ അങ്ങനെ പറയുന്നതാണ്. പക്ഷെ അത്തരം ഒരു കഥാപാത്രം ഞാൻ കുറച്ച് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു കഥാപാത്രത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫേസ് കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സിനിമയല്ലേ, നമ്മുടെ നിർഭാഗ്യം പലയിടങ്ങളിലും വരും, ഭാഗ്യവും വരും. അപ്പൊ അതിന്റെ ലാലേട്ടന്റെ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു കോംബോ? ലാലേട്ടൻ എങ്ങനെയായിരുന്നു? ലാലേട്ടനൊക്കെ എന്താ പറയാ, ഞാൻ അതിനു മുന്നേ വടക്കുന്നാഥനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് നരനിലായിരുന്നു. അപ്പം എന്താ പറയുക, നമുക്ക് അഭിനയത്തിൻ്റെ ഒരു ഷാർപ്പ് സാധനങ്ങൾ വരെ ഏറ്റവും ക്ലോസിൽ കാണാൻ പറ്റുന്ന അവസ്ഥകളായിരുന്നു. ഞാനൊക്കെ ശരിക്കും സ്റ്റണ്ണായിട്ട് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയിലേ, നമ്മളല്ലാതെ അബ്രവാളികളിൽ മാത്രം കണ്ട് എന്താ പറയുക അത്രയും ഒരു ഫാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ തന്നെ ശരിക്കും അതെ നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹമൊക്കെ വളരെ അനായാസമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊക്കെ അതൊരു വലിയ സംഭവമായിരിക്കും. പക്ഷെ അദ്ദേഹം അനായാസം ചെയ്യുന്നതിൻ്റെ അത്രയും അദ്ദേഹം തരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 10 മടങ്ങ് തിരിച്ചു കൊടുക്കാനായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവരൊക്കെ അഭിനയിച്ച് വെക്കുന്നത്. ഇപ്പോൾ നെടുമുടി വേണുങ്ങളായാലും തിലകനങ്ങളായാലും ഇവരൊക്കെ ചെയ്ത് വയ്ക്കുന്ന രീതികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ KP ലളിത ആൻറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ എവർഗ്രീൻ ആർട്ടിസ്റ്റുകൾ ഒന്നാണ് ഉർവശി ചേച്ചിയൊക്കെ. അവരുടെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ അനായാസം ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമ്മൾ മടിച്ചു പോലും നിൽക്കില്ല. നമ്മൾ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ട്രൈ ചെയ്യും, കിട്ടില്ല, അതിൻ്റെ 7 കിലത്ത് വരത്തില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെയുള്ള അത്രയും നല്ല ഭീകര ലെജൻസുകളാണ്. അപ്പം ലാലേട്ടനോടൊപ്പം അത്തരം ഒരു വർക്ക് ചെയ്യുക, ജോഷി സാറിനെ പോലുള്ളൊരു എന്താ പറയുക ഏറ്റവും ആരാധിക്കുന്ന ഒരു സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു ആരുടെയെങ്കിലും ഇങ്ങനെ അഭിനയമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വണ്ടറടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ള? ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറഞ്ഞു, വേറെ ആരുടെയെങ്കിലും? അമ്പിളിച്ചേട്ടനാണ് അതിനകത്ത്, നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടന് വർക്ക് ചെയ്യുമ്പോൾ ഞാനത് പക്ഷേ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാസഞ്ചറിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഒരു ഇതായിട്ടുള്ള, പാസഞ്ചറിലൊക്കെ വളരെ സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. ഫിലിം ഫെയറിൻ്റെ ഇതിനൊക്കെ എനിക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നായിരുന്നു. അപ്പം അത്തരം ഇവരൊക്കെ ശരിക്കും ലളിത ആൻറ്റിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇവർ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. ഇത് യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. കാരണം ആൻറ്റിയുടെ കൂടെ ഒക്കെ ഞാൻ നിറയെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല അവസരങ്ങളിൽ നമ്മളിങ്ങനെ
ഇങ്ങനെ നമ്മൾ അഭിനയിക്കാൻ മറന്നു പോയിട്ടില്ല, കാരണം നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ മറന്നു പോയിട്ടല്ല, പക്ഷെ നമ്മളിങ്ങനെ അന്തമിടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ലെവലിലൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം ചെറിയൊരു നോട്ടം പോലും ഒരുപാട് കഥകൾ പറയുന്ന നോട്ടങ്ങളായിരിക്കും. അതുപോലെ അപ്പം നമുക്കതൊക്കെ പഠിക്കണമെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് കുറേ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ചുറ്റിലുണ്ടല്ലോ, മൺമറഞ്ഞു പോയവർ ആവട്ടെ അല്ലാത്തവരും ഇപ്പം ജീവിച്ചിരിക്കുന്നവരും തന്നെ. ഇൻഫ്ലുവൻസ്ഡ് ആവാതെ നമുക്ക് ഒരു ആക്ടറിനും ഇങ്ങനെയല്ലേ, എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം നമ്മളെപ്പോഴും ഈ പലതരം ആക്ടിങ് കണ്ട് അഡാപ്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അങ്ങനെ ഒന്ന് ചെയ്താലോ, ഇങ്ങനെ ആയാലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലോ, അങ്ങനെയൊക്കെ തോന്നും. അപ്പം പിന്നെ ഒരു സെൽഫ് വർക്കിംഗ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു ഹോം വർക്ക് എന്തായാലും ഉണ്ടാവും. ഈ ക്യാരക്ടറിനെ എങ്ങനെയൊക്കെ കൊടുക്കണം, എന്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഡയറക്ടർ നമുക്കൊരു കഥാപാത്രം എടുത്ത് തരുമ്പോൾ അദ്ദേഹം കൺസീവ് ചെയ്യുന്ന അദ്ദേഹവും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ കൺസീവ് ചെയ്യുന്നതിനോടൊപ്പവും അതിൻ്റെ മേലെയും നിൽക്കുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും ഇതായിട്ടുള്ളത്.